നമ്മുടെ സോയ് കൃഷ്ണനൊക്കെ സീക്രട്ട് ഏജൻറ്റൊക്കെ കണ്ണാപ്പിയൊക്കെ കൃഷ്ണൻ ഒക്കെ സോയ് പുള്ളി വരുന്നുണ്ട്. പുള്ളി തിരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കൂടെ തന്നെ കാട്ടുതീയുണ്ട്, പിന്നെ നന്ദനക്കുട്ടിയുണ്ട്, നന്ദുട്ടിയുണ്ട്. 3 പേര് ഒരുമിച്ചാണ് എൻട്രി ആകുന്നത്. പെങ്ങൾ പാസം, പെങ്ങൾ ബന്ധം, പെങ്ങൾ സ്നേഹം ഭയങ്കരം തന്നെ. പക്ഷേ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് റിയലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. നല്ല ഒരു രസമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അല്ലാതെ മറ്റേ ഗബ്രി ചപ്രി മറ്റേ ജാസ്മിനും പോലെ അല്ലല്ലോ, ജബ്രി പോലെ അല്ലല്ലോ. മറ്റേ കെട്ടിപ്പിടുത്തവും ബഹളവും മറ്റേ കഴമൂക്കലും എന്താ പറയുക. ഗബ്രി ചായൻ ഇന്നലെ വന്നു. ഗബ്രി വന്നിട്ട് അയ്യോ ഭയങ്കര ക്രിഞ്ചെന്ന് പറഞ്ഞാൽ ഭൂലോക ക്രിഞ്ച്. ഇതൊക്കെ 23 വയസ്സേ ആയിട്ടുള്ളതെന്നാണ് അവൾ പറയുന്നത്, ജോസ്മിൻ. പക്ഷേ അവളുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ 23 വയസ്സുകാരിയുടെ പ്രവൃത്തിയല്ല, ഒരു 50കാരി. അതായത് 1990-80കളിലെ സിനിമ കണ്ടിട്ട് മറ്റേ തെരെ മേരെ ബീച്ച് മേ സാജനിലെ പാട്ടുകൾ ദേക്കാ ഹേ പെഹലി ബാർ, അതുപോലെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വാഴച്ചോട്ടിൽ പോയിരുന്നു. വാഴച്ചോട്ടിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ജോസ്മിൻ നാളെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒരു വാഴ ഇലയെ പോലും വെറുതെ വിടാതെ ആ ഒരു ഇല എടുത്തിട്ട് അതിൽ ഗബ്രി ജോസ്മിൻ എന്നും പറഞ്ഞ് എഴുതി അവിടെ പ്ലേസ് ചെയ്തായിരുന്നു. അത് റിയൽ വാഴയായിരുന്നെങ്കിൽ ആ ഇല ഇപ്പോൾ വാടിക്കരിഞ്ഞ് നറവാണക്കൽ നശിച്ചു പോയേനെ. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവരുടെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്ലാസ്റ്റിക് റിലേഷൻഷിപ്സ് എപ്പോഴും കാണുമ്പോൾ ഫ്രഷ് ആയിരിക്കും, പക്ഷേ അതിൽ സുഗന്ധം ഉണ്ടാവില്ല, അതിൽ റിയലായിട്ടുള്ള ഫ്ലേവർ ഉണ്ടാവില്ല, അതിനെ റിയലായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാണാൻ ഭയങ്കര ഇത് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെന്താ ടൂത്ത് പേസ്റ്റിൻ്റെ ആഡോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. കണ്ണിലോട്ടാണോ മറ്റേ താഴോട്ടാണോ എന്നറിയില്ല. താഴോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ചുണ്ടാണ് കേട്ടോ. എന്നിട്ട് ഗബ്രിക്ക് കുറേയൊക്കെ വിവരം വെച്ചു വെളിയിൽ പോയപ്പോൾ. ഗബ്രി പറയുന്ന ഗബ്രി ചോയൻ 2-3 ഡയലോഗ് അടിച്ചു. ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി 2-3 ദിവസമേ ഉള്ളൂ, 3 ദിവസമേ ഉള്ളൂ, നീ 3 ദിവസം ആദ്യത്തെ ജോസ്മിൻ അത് തന്നെ നീ ഇങ്ങനെ നിലനിർത്തണം, ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം, പുറത്ത് പോയിട്ട് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ മുഖം ഇങ്ങനെ തോക്കുവോ, അയ്യോ ഞാനാണ് കപ്പ് വിന്നർ എന്നാണല്ലോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവനെ നോക്കി. അത് എത്ര പേര് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ച് കാണും. പിന്നെ നമ്മുടെ ഗബ്രി അവിടെ പോയിട്ട് ആ ഇല ഇങ്ങനെ എടുക്കുകയാണ്. വാഴ ഇല എടുത്തിട്ട് ഇങ്ങനെ ആ ഇല എവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അത് ആൾക്കാർ കൊണ്ടുപോയി, മറ്റേ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ ഇവിടെ വെക്കുന്നതൊക്കെ ഓരോന്ന് കൊണ്ടുപോകാൻ. അവൻ പോയി തപ്പിപ്പിടിച്ചു. എന്നിട്ട് അവൻ തന്നെ പറയുകയാണ്, ഞാനൊരു വാഴയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവള് വാഴയിലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്സരയുടെ അടുത്ത് കണ്ടാണ് പറഞ്ഞത്. അതിനു മുമ്പേ അവൻ വേറെ ഒരു ഡയലോഗ് അടിച്ചു. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ജാസ്മിനെ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ളത് അത് നമുക്കേ അറിയുള്ളൂ. നമ്മുടെ ഇമോഷൻസ് അത് വെളിയിൽ ആൾക്കാരെ കാണുമ്പോൾ അത് അവർക്ക് ക്രിഞ്ചായിട്ട് തോന്നാം, അതവർക്ക് ക്രിഞ്ചായിട്ടേ തോന്നുള്ളൂ. അത് നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞു. അപ്പോഴും ജാസ്മിൻ്റെ മോന്ത ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര ക്ലൂസാണ്, ഇതൊക്കെ വെളിയിൽ ഇങ്ങനെയാണ് മോളെ എന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നതാണ്. ഇതിനൊന്നും ബിഗ് ബോസ് ഒന്നും പറയില്ല, വെളിയിലെ കാര്യങ്ങൾ പറയരുതെന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞാലേ പുള്ളി എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. എനിക്കൊരു സംശയമുണ്ട്, സായി കൃഷ്ണയുടെ ഒരു ഡോഗ് മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതുപോലും ഒരു ക്ലൂ ആണോ എന്നെനിക്ക് ഒരു ഡൗട്ടുണ്ട്. കാരണം പുള്ളി വെളിയിൽ വന്നിട്ട് ഡോഗിനെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ ഒന്നും ചെയ്തില്ല. പിന്നെ സെൻറ്റിമെൻ്റാണ് ഡോഗിൻ്റെ കാര്യമൊക്കെ. ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയും അത് പേഴ്സണൽ കാര്യമാണ്, അത് ഭയങ്കര സെൻറ്റിമെൻ്റൽ കാര്യമാണ്, ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാലും. പക്ഷേ അത് ഒരു ക്ലൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിയുടെ ഡോഗ് മരിച്ചോ എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. അത് തെളിയിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും അത് ആ വഴിക്ക് പോട്ടെ. എന്നാലും ഗബ്രി സമ്മതിച്ചു, ഇവർ കാണിച്ചത് ക്രിഞ്ചാണെന്നും പിന്നെ ഈ വാഴയിലയിൽ എഴുതി വെച്ചുകൊണ്ട് ഇവർ വാഴയാണെന്നുള്ളത് ഇവൾ തന്നെ സമ്മതിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ടുള്ള 2 ഡയലോഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഡയലോഗാണ്, 3 ദിവസം കഴിഞ്ഞ് നീ തോറ്റാലും ഒന്നുമില്ല, അത് പിന്നെ നമ്മുടെ ലൈഫ് നോക്കി അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ്. അതേ പറ്റുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ഇവൻ പറഞ്ഞ ഡയലോഗിൽ എനിക്ക് യോജിപ്പില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവനെന്താ പറയുന്നത്, അതായത് വെളിയിലുള്ള ആൾക്കാരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, അവർക്ക് ക്രിഞ്ചായിട്ട് തോന്നുമെന്ന്. അപ്പോൾ നിങ്ങളത് ക്രിഞ്ച് അല്ലാതെ മാറ്റണം. കാരണം നിങ്ങൾ വെളിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ ഷോയിൽ വന്നിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ നിങ്ങൾ ഈ ഷോയിൽ വന്നത്. വെളിയിലുള്ള ആൾക്കാർ അംഗീകരിച്ചാലേ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആവാൻ പറ്റുള്ളൂ. പിന്നെ പറ്റും വെളിയിലുള്ള ആൾക്കാർക്ക് ആർക്ക് തുപ്പിയാലും സ്റ്റാർ ആവാം. അങ്ങനെയാണല്ലോ ഇപ്പോൾ ജാസ്മിൻ സ്റ്റാർ ആയിരിക്കുന്നത്.
ജാസ്മിൻ്റെ ഫാൻസ് കാരണം വെളിയിൽ പൊറുതി മുട്ടിയിരിക്കാമെന്ന് കുറേ യൂട്യൂബേഴ്സ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് കൊല്ലും, അവൻ്റെ മുഖം പിടിച്ച് മറ്റേ തറയിൽ തേക്കണം, ആ പൊട്ടൻ കുറേ സിനിമയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അമർ അക്ബർ ആൻ്റണി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ സിനിമയിൽ കാണിച്ച പോലെ അവനെ കാണിക്കണോടാ, ആ സിനിമയിൽ കാണിച്ചോ, എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റൊക്കെയാണ്. അതിന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണേലും അതൊക്കെ ആ വഴിക്ക് പോട്ടെ. എന്താണേലും ഇത് 2 ദിവസം കഴിയുമ്പോൾ തീരുമല്ലോ. വിന്നറാ ജിൻഡോ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അഭിഷേക്, അല്ലെങ്കിൽ ഋഷി. ദയവേത് മറ്റേ ജാസ്മിനോ അല്ലെങ്കിൽ അർജുനോ മാത്രം വിന്നറാവരുത്. വിന്നറായി കഴിഞ്ഞാൽ ഈ സീസണെ കോർഗിച്ച് തുപ്പിയിട്ട് ഈ തുപ്പൽ മാറ്റാൻ ബിഗ് ബോസ് കുറേ പാടുപെടും.